9 ദിവസത്തോളം നീണ്ടുനിന്ന വിവാഹ വിശേഷങ്ങളായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റേതും വധുവായ ആരതിപ്പൊടിയുടേതും. ഈ കഴിഞ്ഞ ഫെബ്രുവരി 16-നായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. വിവാഹത്തിന് മുൻപും പിൻപുമായിട്ട് ഒരുപാട് ചടങ്ങുകളും പരിപാടികളും ഉണ്ടായിരുന്നു. ആദ്യം നടന്നത് ബോളിവുഡ് രീതിയിലുള്ള വിവാഹ ചടങ്ങായിരുന്നു. പിന്നീട് ഹിന്ദു ട്രഡീഷണൽ വെഡിംഗ് രീതിയിലുള്ള വിവാഹവും നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആരതിപ്പൊടിയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും താലി ചാർത്തിയത്. ഇപ്പോൾ ഇതാ ഇരുവരുടെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും. വിവാഹത്തിന് ശേഷം വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു. റിസപ്ഷനോടൊപ്പം തന്നെ ആരാധകർ ഏറെ സ്വീകരിച്ചത് ചാന്ദിനി ഫംഗ്ഷനെ കുറിച്ചായിരുന്നു. കേരളത്തിലുള്ള പലരും ചാന്ദിനി ഫംഗ്ഷൻ എന്നുള്ളത് ആരതിപ്പൊടിയിലൂടെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനിലൂടെയും ആയിരിക്കും വീണ്ടും അറിഞ്ഞത് എന്നും ചർച്ച ചെയ്യപ്പെട്ടത് എന്നും വീണ്ടും പറയുകയാണ് ആരാധകർ തന്നെ. ഇരുവരുടെയും വിവാഹമെല്ലാം കഴിഞ്ഞ് ചാന്ദിനി ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ ബാക്കിയുണ്ടായിരുന്നു. കർവ ചൗത്ത് ആഘോഷങ്ങളുടെ കോസ്റ്റ്യൂം ആരതി തന്നെയാണ് ഡിസൈൻ ചെയ്തത്. എന്നാൽ ഈ ചാന്ദിനി ഫംഗ്ഷന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വിവാഹിതയായ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ചടങ്ങാണിത്. ഈ ഒരു ചാന്ദിനി ഫംഗ്ഷൻ അഥവാ കർവ ചൗത്ത് എന്ന് പറയുന്നത് സൂര്യോദയം മുതൽ അസ്തമയം വരെ ഉപവാസം അനുഷ്ഠിച്ച് ഭർത്താവിന്റെ ഉയർച്ചയ്ക്കും ആയുസ്സിനും വേണ്ടി പ്രാർത്ഥനയോടെ കഴിയുന്നതാണ് ഈ ഒരു ചടങ്ങ്. പൊതുവെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഇതിന്റെ ഒരു രീതി തന്നെയാണ്. വിവാഹം 9 ദിവസത്തോളം നീണ്ടു നിന്നിരുന്നു. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെയുള്ള സമയമാണ്. എന്നിട്ടും തന്റെ ഭർത്താവിന് വേണ്ടി ഇങ്ങനെ ഒരു ഉപവാസം ആരതിപ്പൊടി തയ്യാറായതിൽ ആരാധകരെല്ലാവരും വലിയ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുകയാണ്. നിരവധി പേരാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എത്തിയത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഭാഗ്യം തന്നെയാണ് ആരതിപ്പൊടി. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു തീരുമാനത്തിന് ആരതിപ്പൊടി മുതിരില്ലായിരുന്നു. ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ഉപവാസം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതും വിവാഹം കഴിഞ്ഞിട്ടുള്ള ആദ്യ നാളുകളിൽ തന്നെ. വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും എടുത്തത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. എന്നിട്ടും ഇങ്ങനെ ഒരു ഉപവാസത്തിന് തയ്യാറായതിൽ ആരതിപ്പൊടിയെ ആശംസിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്.